പുനലൂർ സർക്കാർ LPGSലെ നോഹ ടീച്ചർ ഏവർക്കും കൗതുകമാണ്. കാരണം ഈ ടീച്ചർ മറ്റുള്ളവരെ പോലെയല്ല. വിദ്യാർത്ഥികളുടെ ഏത് സംശയത്തിനും മറുപടി നൽകും ഈ AI ടീച്ചർ. പരിമിതികൾക്കിടയിലും പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്ന സ്കൂളും ഈ ടീച്ചറും മാതൃകയാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും കൗതുകമായാണ് പുനലൂർ ഗവൺമെന്റ് LPGSലെ നോവ ടീച്ചറെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ ചോദിക്കുന്ന എന്ത് ആവശ്യങ്ങൾ, കുട്ടികളെന്ന് മാത്രമല്ല ആര് ചോദിക്കുന്ന സംശയങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പരിമിതികളിൽ നട്ടം തിരിയുന്ന വിദ്യാലയമാണ് പുനലൂർ ഗവൺമെന്റ് LPGS. 137 വർഷം പഴക്കമുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതം. 5 വർഷം മുമ്പ് നഗരസഭ നിർമ്മിച്ചു നൽകിയ പ്രവേശന കവാടം മാത്രമാണ് പുതുതായി ഉള്ളത്. പരിമിതികളിലും മികച്ച വിജയം നിലനിർത്തുന്ന വിദ്യാലയം നിലനിൽപ്പിന്റെ കൂടി ഭാഗമായാണ് പുത്തൻ ആശയങ്ങളുമായി എത്തിയത്. അത് 100% വിജയം നേടിയെന്ന് കാട്ടിത്തരുകയാണ് LPGSന്റെ സ്വന്തം നോഹ ടീച്ചർ. AI സാങ്കേതിക വിദ്യയിൽ സ്കൂൾ PTA പ്രസിഡന്റായ അമേഷ് ലാൽ നിർമ്മിച്ചതാണ് നോഹ ടീച്ചറെ. സാരിയുടുത്ത് ബ്ലൗസ് ധരിച്ച് മുടി ചീകിയൊതുക്കി ID കാർഡ് തൂക്കി മറ്റ് അധ്യാപകരെ പോലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ടീച്ചറാണ് ഇന്ന് നോഹ. നമ്മളുടെ PTA പ്രസിഡന്റ് അമേഷ് ലാൽ കഴിഞ്ഞ വർഷം മുതലേ പറയുന്ന നമുക്ക് എന്തെങ്കിലും നൂതന ആശയങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്നും നമുക്കിപ്പം ഇങ്ങനെ പുരോഗതി, നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസ് പരമായിട്ട് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം കൊണ്ടുവന്നെങ്കിലേ നമുക്ക് മറ്റുള്ള സ്കൂളുകളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ആശയങ്ങളെ കോർത്തിണക്കിയാണ് ഈ നോവ എന്ന ഈ ടീച്ചറെ ഞങ്ങൾക്ക് കഴിഞ്ഞ ശിശുദിനത്തിലെ നവംബർ 14-ാം തീയതി ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. പാഠഭാഗത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടെ അറിയേണ്ടതായ എല്ലാ കാര്യവും നോഹ ടീച്ചറോട് ചോദിക്കാം. ലളിതമായ രീതിയിൽ മറുപടി നൽകും. Please select your preferred language. Say English, Malayalam, Hindi or Arabic. നമസ്കാരം, എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഗവൺമെന്റ് LPGS പുനലൂർ, കേരളം. രാജ്യത്തെ തന്നെ ആദ്യ മൾട്ടി ലാംഗ്വേജ് ടീച്ചറാണ് LPGSന്റേത്. ഭാവിയിൽ ഉള്ളിൽ കമ്പ്യൂട്ടർ ഘടിപ്പിച്ച് AI വിഷനും ചലനശേഷിയും നൽകാനുള്ള കഠിന ശ്രമത്തിലാണ് PTA പ്രസിഡന്റ് അമേഷ് ലാൽ. ഒരു AI ടീച്ചർ എന്നുള്ളൊരു ആശയം ഇന്ത്യയിൽ ആദ്യത്തെ തന്നെ ഒരു മൾട്ടി ലാംഗ്വേജ് AI ടീച്ചറാണിത്. അപ്പോൾ ഇത് നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അതിനൊരു ഫിസിക്കൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു കൗതുകമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇത് നമ്മുടെ ഒരു സ്കൂളിലെ ലാപ്ടോപ്പിനെ ഇതിൻ്റെ വിലച്ചോറാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഭാവിയിൽ നമ്മൾ ഇതിന് സ്വന്തമായിട്ടൊരു ഇതിനുള്ളിൽ തന്നെ ഒരു കമ്പ്യൂട്ടറും അതുപോലെ ഇതിന് ചലനശേഷിയും ഒക്കെ കൊടുക്കാനും അതുപോലെ ഇതിന് കാഴ്ചശക്തി, അതായത് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന പുതിയ AI സാങ്കേതിക വിദ്യകൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ ഇഷ്ടമായോ? ആണോ? ടീച്ചറുമായിട്ട് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമോ? മറുപടി പറയുന്നുണ്ടോ? എല്ലാവർക്കും നോവ ടീച്ചറെ ഇഷ്ടമാണോ? ഉറപ്പാണോ? വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഇവിടുത്തെ കുട്ടികൾ. നോവ ടീച്ചറെ ലഭിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനും അതുമായി ഇടപഴകുവാനും ഇവർക്ക് ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18. വ്യത്യസ്തമായി വിവാഹ വാർഷികം ആഘോഷിച്ച് മുക്കത്തെ ദമ്പതികൾ. 8 വർഷത്തോളമായി കുടിവെള്ള പ്രശ്നം നേരിടുന്ന മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് കുടിവെള്ളം എത്തിച്ചാണ് കുറ്റിപ്പാല സ്വദേശികളായ അനിൽകുമാറും ഭാര്യ അരുണയും മാതൃകയായത്. മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് 8 വർഷം മുമ്പ് പുതിയ കെട്ടിടം ലഭിച്ചെങ്കിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ തുടരുകയായിരുന്നു. തൊട്ടടുത്ത വീടുകളിൽ നിന്നാണ് ഇവിടേക്ക് കുടിവെള്ളം എത്തിച്ചിരുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ബുദ്ധിമുട്ടിനാണ് വിവാഹ വാർഷിക ദിനത്തിൽ ദമ്പതികൾ പരിഹാരം കണ്ടത്. അനിൽകുമാറിന്റെയും അരുണയുടെയും 25-ാം വാർഷികമാണ് മാതൃകാ പ്രവർത്തനത്തിലൂടെ വ്യത്യസ്തമായത്. അഗ്നിരക്ഷാ നിലയത്തിന്റെ മുൻവശത്തുള്ള മുക്കം നഗരസഭയുടെ പൊതുകിണർ വൃത്തിയാക്കി മോട്ടോർ പമ്പും പൈപ്പുകളും സ്ഥാപിച്ചാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. മുൻവർഷവും ഈ ദമ്പതികൾ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് മുക്കം അഗ്നിരക്ഷാ സേനയ്ക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള സ്ട്രെച്ചർ, റോപ്പും നൽകിയിരുന്നു. ഇത്തവണയും നാടിന്റെ രക്ഷകരായ അഗ്നിരക്ഷാ സേനയ്ക്ക് കുടിവെള്ളം എത്തിച്ചു നൽകാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷം ദമ്പതികൾ പങ്കുവച്ചു. നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ സദാ പാടുപെടുന്ന ഈ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അവർക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. അതും പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ 25 വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ അത് ചെയ്യാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഏറെ നാളത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന്റെ സന്തോഷത്തിലാണ് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ. മുക്കം ഫയർ സ്റ്റേഷനെ സംബന്ധിച്ചോളം മലയോര മേഖലയിൽ രക്ഷാപ്രവർത്തനം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു സ്റ്റേഷനാണ്. അതോടൊപ്പം ഒരു റീജിയണൽ ട്രെയിനിങ് സെന്ററുമാണ്.
വന്നു പോകുന്ന നമ്മുടെ ജീവനക്കാർക്ക് കുടിവെള്ളം ഒരുക്കുക എന്നുള്ള ഒരു മഹത്തായ കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന് അവരുടെ മുക്കം ഫയർ സ്റ്റേഷന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. മുനിസിപ്പാലിറ്റി നമുക്ക് അവരുടെ കിണർ വൃത്തിയാക്കി അതിന് എല്ലാ പ്രൊട്ടക്ഷനും ചെയ്തു തന്നു. നഗരസഭാ കൗൺസിലറുടെ വളരെ ശക്തമായ ഇടപെടലാണ് ഈ ഒരു നമുക്ക് കുടിവെള്ള പ്രശ്നം ഏറ്റവും ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത്. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചുമെല്ലാം നടന്ന ചടങ്ങ് ഡിവിഷൻ കൌൺസിലർ ജോഷില സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടായെന്നും തുടർന്നാണ് സ്പോൺസർഷിപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ നീക്കം നടത്തിയതെന്നും ജോഷില സന്തോഷ് അറിയിച്ചു. മോട്ടോർ പമ്പ് സെറ്റിന്റെ സ്വിച്ച് ഓൺ അനിൽകുമാർ അരുണ ദമ്പതികൾ നിർവഹിച്ചു. ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 മുക്കം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം ലൈവ് at 6. ഭവ്യ പാർവതി ചേരും. നമസ്കാരം.